സ്നേഹനിധികളായ ദൈവത്തിൻ്റെ പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തൻ്റെ അത്ഭുത ശക്തിയാൽ ഒരു വലിയ കാര്യം ചെയ്യുമ്പോൾ കേൾക്കുന്നവർക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നേ. അവർ നമ്മളോട് പറയും, നിനക്ക് കിറുക്കാണ്, ഭ്രാന്താണ്. മറ്റുള്ളവർ കേൾക്കുമ്പോൾ നമുക്ക് ഭ്രാന്ത് പിടിച്ചുവെന്ന് അവർ പറയുന്ന നിലയിൽ ദൈവത്തിൻ്റെ വലിയ അത്ഭുതം മറ്റൊരാൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ, കേൾക്കുന്നവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിലുള്ള മഹത്തരമായ ചില ദൈവപ്രവൃത്തികൾ ഇന്നത്തെ ദൈവാലോചന കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഈ പ്രവചനദൂത് നിസ്സാരമല്ല കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ പടിവാതിലിൽ ഇന്നൊരു ദൈവപ്രവൃത്തി നടക്കും. ആ അതിശയം കാണുവാൻ തയ്യാറായിക്കൊള്ളുക. ലോകമെങ്ങും എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ രക്ഷകനും രാജാതിരാജാവുമായ യേശു ക്രിസ്തുവിൻ്റെ ആ മഹത്വം നിറഞ്ഞ വലിയ നാമത്തിൽ സന്തോഷത്തോടുകൂടെ ഇന്നത്തെ പ്രവചനദൂതിലേക്ക് സ്നേഹവന്ദനം. വിശുദ്ധ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ നിന്നുമാണ് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് നിതാന്തമായിരിക്കുന്ന വേദഭാഗം പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി തന്നിരിക്കുന്നത്. ആ പ്രസ്തുത വേദഭാഗം ഇങ്ങനെയാണ്: പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി. പത്രോസ് പടിപുരയ്ക്കൽ വന്നു നിൽക്കുന്നുവെന്ന് അറിയിച്ചു. രോദ എന്ന പെൺകുട്ടിയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അവർ അവളോട് പറഞ്ഞു, നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ, അല്ല, ഉള്ളത് തന്നെയെന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ, അവൻ്റെ ദൂതനാകുന്നുവെന്ന് അവർ പറഞ്ഞു. സ്നേഹം നിറഞ്ഞവരെ, കർത്താവായ യേശുവിൻ്റെ ഔദ്യോഗിക ശുശ്രൂഷയുടെ പൂർത്തീകരണാർത്ഥം താൻ തിരഞ്ഞെടുത്ത സ്ലീഹന്മാരിലെ തലവനായിരുന്നല്ലോ കർത്താവായ യേശുവിൻ്റെ താക്കോൽക്കാരനായിരുന്ന വിശുദ്ധ പത്രോസ് സ്ലീഹ. വളരെ ശക്തമാം നിലയിൽ യഹൂദന്മാരുടെ ഇടയിൽ ദൈവത്തിൻ്റെ സഭ വളർച്ച പ്രാപിച്ചു വരുന്ന കാലഘട്ടത്തിൽ പത്രോസ് എന്ന അഭിഷക്തനെ എങ്ങനെയും ഇല്ലായ്മപ്പെടുത്തണമെന്നുള്ള യഹൂദാജനത്തിൻ്റെ പ്രീതി സഫലമാക്കുവാൻ ആ കാലഘട്ടത്തിലെ ഭരണാധികാരിയായിരുന്ന ഹെരോദ രാജാവ് തൻ്റെ തടവറയിൽ പത്രോസ് എന്ന അഭിഷക്തനെ ബന്ധിച്ചു. അതിന് തൊട്ട് ചേർന്ന് കഴിഞ്ഞ മണിക്കൂറുകളിൽ എന്ന പോലെ യോഹന്നാൻ സ്ലീഹായുടെ സഹോദരനായ സാക്ഷാൽ പ്രാർത്ഥനാവീരനും യേശുക്രിസ്തുവിൻ്റെ പ്രിയ ശിഷ്യന്മാരിൽ ഒരുവനുമായിരുന്ന യാക്കോബ് അപ്പോസ്തലനെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുകയുണ്ടായി. ഇപ്പോൾ കർത്താവായ യേശുവിൻ്റെ ഔദ്യോഗിക കാലത്ത് തന്നോട് കൂടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട 3 സ്ലീഹന്മാരിൽ 2 പേർ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. അതിൽ യാക്കോബ് അപ്പോസ്തലൻ രക്തസാക്ഷിയായി. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ പ്രധാനി പത്രോസ് സ്ലീഹായും മറ്റൊരാൾ യോഹന്നാൻ സ്ലീഹായുമാണ്. ഇതിൽ പത്രോസ് സ്ലീഹായെ കാരാഗ്രഹത്തിൽ ബന്ധിച്ചിരിക്കുന്ന സമയത്താണ് ഈ ദൈവപ്രവൃത്തി നടക്കുന്നത്. തൻ്റെ വിടുതലിന് വേണ്ടി, അപ്പോസ്തലൻ്റെ വിടുതലിന് വേണ്ടി സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഇടതടവില്ലാതെ കയറി ചെല്ലുകയാണ്. ഒരു ദൈവപ്രവൃത്തി കാണുവാനും ഒരു വിടുതൽ നടക്കുവാനും വേണ്ടി ഇടതടവില്ലാത്ത ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ചിലരെ നോക്കിക്കൊണ്ട് ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്റെ പ്രശ്നത്തിൻ്റെയും നിലവിളിയുടെയും മുൻപിൽ ദൈവം അടങ്ങിയിരിക്കില്ല കേട്ടോ. ഭൂമണ്ഡലങ്ങളിലേക്ക് ഇറങ്ങി വന്ന് വിടുതൽ ചെയ്യുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരെ കർത്താവ് നിനക്ക് വേണ്ടി അയച്ചു തരും. അമാനുഷികന്മാരും അതിശക്തന്മാരുമായ ദൈവത്തിൻ്റെ വലിയ ദൂതന്മാർ നിങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളിൽ നിങ്ങൾക്ക് വേണ്ടി വിടുതൽ ചെയ്യുവാൻ ഭൂമണ്ഡലങ്ങളിലേക്ക് ഇറങ്ങി വരും. നമുക്കൊരിക്കലും കയറി ചെല്ലാൻ വയ്യാത്ത ചില ഇടങ്ങളുണ്ട്. അവിടത്തെ കാര്യങ്ങൾ നമുക്ക് ദൈവദൂതന്മാരെ ഏൽപ്പിക്കാം. നമുക്കൊരിക്കലും ചെന്ന് സംസാരിക്കാൻ വയ്യാത്ത ചില വിഷയങ്ങളുണ്ട്. ആ കാര്യം സംസാരിക്കാൻ നമുക്ക് കർത്താവിനെ ഏൽപ്പിക്കാം. നമുക്കൊരിക്കലും ചെന്ന് തുറക്കാൻ വയ്യാത്ത ചില പ്രത്യേക പൂട്ടുകളുണ്ട്. അത് തുറക്കുവാൻ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ ദൂതന്മാരെ ഏൽപ്പിക്കാം. അവർ വ്യക്തമാം വിധം നമുക്ക് വേണ്ടി വിജയകരമാം വിധം ആ കാര്യങ്ങളെ നിർവഹിച്ചുകൊള്ളും. സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സ്വന്തം പ്രാപ്തി കൊണ്ട് പരിഹരിക്കാൻ വയ്യാത്തൊരു വിഷയത്തെ നീ നേരിടുന്ന വേളയിൽ എന്ത് ചെയ്യണമെന്നതിൻ്റെ വ്യക്തമായ ഉത്തരമാണ് പരിശുദ്ധാത്മാവ് കുഞ്ഞെ നിനക്ക് തരുന്നത്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മുട്ടുമടക്കുക. നിന്റെ പ്രാർത്ഥന ശ്രദ്ധയോടുകൂടി ആയിരിക്കട്ടെ. കഴിഞ്ഞ കുറേ നാളുകൾക്ക് പുറകിൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അകത്ത് ഞാൻ ഏറ്റവും കൂടുതലായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ബലപ്പെടുത്തിയ ഒരു നല്ല സ്നേഹിതനെ എനിക്ക് കിട്ടി. ആ കൂട്ടുകാരനെ സംബന്ധിച്ച് പറയുമ്പോൾ, പുള്ളി എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം എൻ്റെ ആത്മിക ജീവിതത്തിൽ എനിക്ക് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. അത്രയും നല്ലൊരു ആത്മാർത്ഥ സുഹൃത്തിനെ കർത്താവ് എനിക്ക് അനുവദിച്ച് തന്നതിലൂടെ എൻ്റെ ശുശ്രൂഷയ്ക്ക് ഗണ്യമായ പുരോഗതി ഉണ്ടായി. ഇന്ന് നിങ്ങൾ കാണുന്ന വിധത്തിലേക്ക് അത് വളരുവാൻ അത് കാരണമായി തീർന്നു. പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, കർത്താവ് ആ ചങ്ങാതിയെ എനിക്ക് തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു. പക്ഷേ ആ സ്നേഹിതനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സേവനം നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെയും എൻ്റെ ആത്മിക ശുശ്രൂഷയെയും ഇത്രമാത്രം സഹായിച്ചിട്ടുള്ള മറ്റൊരാളില്ല. അദ്ദേഹത്തിൻ്റെ പേര് ശ്രദ്ധ എന്നാണ്. ആമേൻ. ശ്രദ്ധയാണ് പ്രാർത്ഥനാ മുറിയിലെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞാലുള്ള ഏറ്റവും നല്ല കൂട്ടുകാരൻ. ആമേൻ. നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തായി ദൈവസന്നിധി നിങ്ങൾ ശ്രദ്ധയെ കൂടെ ഇരുത്തുമെങ്കിൽ
അല്ലയോ പ്രിയ സുഹൃത്തെ, ശ്രദ്ധയെ നീ എൻ്റെ കൂടെ ഇരിക്കൂ. നമുക്ക് അല്പനേരം പരിശുദ്ധാത്മാവിൻ്റെ ഒപ്പം പ്രാർത്ഥിക്കാമെന്നുള്ള നിലയിൽ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ശ്രദ്ധയുമായി കരം കോർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ശ്രദ്ധ എന്ന് പറഞ്ഞത് ഏതൊരു വ്യക്തിയുടെ പേരല്ല, നമ്മുടെ അകത്തുള്ളതായ ദൈവസന്നിധിയിലുള്ള അറ്റൻഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരു വിഷയത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാതെ കൃത്യമാവണം അതിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് വിടുതൽ ലഭിക്കുവോളം അതിൽ തന്നെ നിതാന്ത ജാഗ്രതയോടുകൂടെ തുടരുവാൻ ദൈവസന്നിധിയിൽ നമ്മളെ സജ്ജമാക്കുന്ന ആത്മീക ആയുധമാണ് നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത്. അതൊരു ഭയങ്കരമായ ആത്മീക ആയുധമാണ്. അത് പ്രയോഗിച്ചിടത്തൊക്കെയും ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്, തടവറകൾ പൊളിഞ്ഞിട്ടുണ്ട്, രാജാക്കന്മാർ ലജ്ജിച്ച് തല താഴ്ത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ചിലരുടെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. ഇസ്രായേലിന്റെ ആദ്യ രാജാവായിരുന്ന സൗൽ രാജാവിന്റെ അരികിൽ ഇസ്രായേലിലെ കണ്ണുനീരിന്റെ പെറുവടിയായി ദൈവം നൽകിയ ശ്രേഷ്ഠ പ്രവാചകനായിരിക്കുന്ന സാമുവേൽ പ്രവാചകൻ ചെന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. 1000 തൈലനദികളിലോ 10,000 യാഗങ്ങളിലോ അല്ല ദൈവം പ്രസാദിക്കുന്നത്. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ അനുസരണത്തെ യാഗത്തെക്കാളും ശ്രദ്ധ മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും വലുതായി എണ്ണുന്നു. അപ്പോൾ നമ്മുടെ ശ്രദ്ധ നമ്മൾ കർത്താവിലേക്ക് ചെലുത്തിയാൽ അത് വലിയ വിടുതലിന് കാരണമായി തീരും. നിങ്ങൾക്ക് ഒരുപക്ഷെ അഭിഷേകം അല്പം കുറവായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും. നിങ്ങൾക്ക് അന്യഭാഷയിലായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ നേടിയെന്ന് കരുതിയാൽ മതി. ആമേൻ, ആമേൻ, ആമേൻ. ഒരുപാട് കാലത്തെ ആത്മീക ജീവിതത്തിന് തഴക്കപ്പഴക്കങ്ങളില്ലെങ്കിലും ഇന്ന് രാവിലെ ദൈവസന്നിധാനത്തിൽ മുട്ടുമടക്കിക്കൊണ്ട് നിന്റെ വിഷയത്തിന് മേൽ ശ്രദ്ധയോടെ നീ ഒന്ന് പ്രാർത്ഥിച്ചേ, ആ കാര്യം നടക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ടൊരു 2 വീലർ ലഭിക്കുന്ന സമയത്ത് ആ വണ്ടിയുടെ ഏതാണ്ട് ബുക്കിങ്ങും പ്രോസസ്സിങ്ങും എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ, ഇന്ന് ആ ദേവദാസൻ ജീവിച്ചിരിപ്പില്ല. എൻ്റെ അമ്മയുടെ സഹോദരൻ്റെ വീട്ടിൽ ഞാൻ ആയിരുന്ന ഒരു സമയം, എൻ്റെ വേദപഠന കാലഘട്ടത്തിലാണ്. അന്ന് എനിക്കൊരു വാഹനം ലഭിക്കുകയാണ്. ആ വാഹനത്തിൻ്റെ പെട്ടെന്ന് അത് കരങ്ങളിൽ ലഭിക്കേണ്ടതിന് വേണ്ടി ഞാൻ ഈ ദേവദാസൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാൻ അയച്ചു വന്നു. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു കൂട്ടായ്മ നടന്നതിൻ്റെ ഒരു സംസാരമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രാർത്ഥന കഴിയുമ്പോൾ വന്നിരിക്കുന്ന ആൾക്കാർ അന്യോന്യം സംസാരിക്കുമല്ലോ. ഈ ദേവദാസൻ എന്നെ കൂട്ടിക്കൊണ്ട് അവരുടെ ഒരു ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, നമുക്ക് ഇവിടെ ഇരുന്ന് അല്പം നേരം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാം. എനിക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ ഒരു കാര്യത്തിനകത്ത് തൃപ്തിയാകത്തുള്ളൂ. അകത്തോട്ട് കൊണ്ടുപോയിട്ട് ആ ദേവദാസൻ എൻ്റെ കയ്യിലോട്ട് പിടിച്ചിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് കർത്താവേ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങിയിട്ട് താൻ പറഞ്ഞു, യേശുവിൻ നാമത്തിൽ ആമേൻ. പിന്നൊന്നും പ്രാർത്ഥിച്ചില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇത്? കർത്താവേ എന്ന് വിളിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ ആമേൻ എന്ന് പറഞ്ഞത്. എന്നോട് ആ ദേവദാസൻ പറഞ്ഞു, വണ്ടി ഓക്കെ ആയി, പിന്നെ ഇനി എന്നാ പ്രാർത്ഥിക്കാനാ? ആ പറഞ്ഞ കാര്യം കൃത്യമായിരുന്നു. ആ പ്രാർത്ഥന കഴിഞ്ഞെനിക്കൊരു ഫോൺ വന്നു, വാഹനം ഓക്കെ ആയിട്ടുണ്ട്. ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളെ, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നവന് കാര്യങ്ങളെ പെട്ടെന്ന് അറിയാൻ കഴിയും. ശ്രദ്ധയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവന് മറുപടികളെ കാണാൻ കഴിയും. ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നു, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇന്നൊരു വീട്ടിൽ അശ്രദ്ധയോടുകൂടിയുള്ള ധാരാളം സ്തുതികൾ ഉയരുന്നുണ്ട്. പല വീടുകളിലും അശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥനകൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. എന്നാൽ ശ്രദ്ധാപൂർവം പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടോ, അവൻ്റെ ജീവിതമാണ് വിജയങ്ങളെ നേടുന്നത്. ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകലിൽ ഞാൻ പറയുന്ന ദൈവിക വാക്ക് നിങ്ങൾക്കൊരു പുതിയ വഴിത്തിരിവായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്പനേരം ശ്രദ്ധിച്ചിരിക്കാമോ? നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും. ഒരു വിദ്യാലയത്തിൽ, ഒരു ക്ലാസ് റൂമിൽ ഏറ്റവും നന്നായിട്ട് മിടുക്കനായിരിക്കുന്ന വിദ്യാർത്ഥിയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഏറ്റവും നന്നായിട്ട് നോട്ട് എഴുതുന്നവനല്ല മിടുക്കനായ വിദ്യാർത്ഥി. ഏറ്റവും കൂടുതൽ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചുകൊണ്ട് വരുന്നവനല്ല. ക്ലാസ് റൂമിൽ ആര് ശ്രദ്ധിച്ചിരിക്കുമോ അവനാണ് സമർത്ഥൻ. അവനത് കഴിയുമ്പോൾ കൂട്ടുകാരോട് ഉഴപ്പമായിരിക്കും, പക്ഷേ എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ അവൻ നേടും. തല കുത്തിക്കിടന്ന് പഠിച്ചവരൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. അന്നേരം അവർ ചോദിക്കും, എടാ നീ എങ്ങനെ ഇത് ഇത്രയും സെറ്റപ്പാക്കി? ക്ലാസ്സിൽ ശ്രദ്ധയോടെ ഇരിക്കുക എന്ന് പറയുന്ന കാര്യമാണ് അതിൻ്റെ പിന്നിലുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഏറ്റവും കൂടുതൽ വാഹന അപകടങ്ങൾ ഉണ്ടാകുന്ന അശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുമ്പോഴല്ലേ. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനേക്കാൾ അശ്രദ്ധയോടെ വാഹനം ഓടിക്കുമ്പോൾ അപകടം ഉണ്ടാകുന്നു. മദ്യപിക്കുകയും ലഹരി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെടുന്നു എന്നുള്ളതിനാലാണ് അനർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ശ്രദ്ധയാണ് പ്രധാനപ്പെട്ട കാര്യം. പരിശുദ്ധാത്മാവ് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമുക്ക് വിജയം നേടുവാൻ നമ്മൾ കൂട്ടുപിടിക്കേണ്ട ഏറ്റവും നല്ല സ്നേഹിതൻ, ഏറ്റവും നല്ല പ്രാർത്ഥനാ സഹകാരി നമ്മുടെ ശ്രദ്ധയായിരിക്കണം. ഗ്ലോറി ടു ജീസസ്. പറഞ്ഞത് മനസ്സിലായെങ്കിൽ ചേർന്ന് കർത്താവിനോട് സ്തോത്രം ചെയ്യുക. ഇന്ന് നിന്റെ പ്രശ്നം എന്ത് തന്നെ ആയാലും, അതത്ര വലുതായാലും, കർത്താവിൻ്റെ കുഞ്ഞെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചേ, ആ വിഷയത്തിന് വിടുതലാവട്ടോ. ആത്മാർത്ഥതയോടും ശ്രദ്ധയോടും കൂടെ പ്രാർത്ഥിക്കാൻ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ കാര്യം നേടിയെന്ന് കൂട്ടിയാൽ മതി. അതുകൊണ്ട് ശ്രദ്ധയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രദ്ധയോടെ സഭ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഞാനതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും വിവരിക്കുന്നില്ല. ഒരു ദൂത് നിങ്ങളോട് പറയാൻ കർത്താവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. സത്യത്തിൽ പ്രവചന ദൂതിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോഴൊക്കെയും ദൈവം ഒരു വാക്ക് തരും. ആ വാക്കങ്ങ് ഭരിക്കുകയാണ് ഓരോ ദിവസവും. ഇന്നത്തെ ഈ ദൂതിന് വേണ്ടി ഒരുങ്ങുന്ന മാത്രയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ ആ വാക്ക് പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത്, ഞാൻ അതുപോലെ അത് എഴുതിയെടുത്തു. കാരണം
എൻ്റെ കൂട്ടിച്ചേർക്കലുകളൊന്നും ഇല്ലാതെ എനിക്ക് ഈ വാക്ക് അതുപോലെ നിങ്ങളുടെ കയ്യിൽ തരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അന്നേരം തന്നെ ഞാനൊരു പേന എടുത്ത് കർത്താവിനോട് പറഞ്ഞ ആ ഒരു വാക്ക് അതുപോലെ എഴുതി. പ്രസംഗക്കുറിപ്പല്ല, ദൈവം എന്നോട് പറഞ്ഞ ആ വാക്ക് ഞാൻ അതുപോലെ എഴുതിയെടുത്തുകൊണ്ട് വന്നതാണ്. ആ പദം ഇത്രമേ ഉള്ളൂ: പടിവാതിക്കൽ വന്ന് മുട്ടി വിളിക്കുന്നത് പ്രാർത്ഥനയുടെ മറുപടിയാണെന്ന്. ഓ ജീസസ്, നിന്റെ വീടിൻ്റെ പടിവാതിക്കൽ വന്ന് നിന്നെ ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി മുട്ടി വിളിക്കും. അകത്തളങ്ങളിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നതിലെ വിഷയങ്ങളുടെ മറുപടി കഴുത്തറ്റ ഒരു അഭിഷക്തന്റെ ജഡശരീരം എടുത്തുകൊണ്ട് വരേണ്ട സ്ഥാനത്ത് അദ്ദേഹം വന്ന് ആരോഗ്യവാനായി നിന്ന് കതകിൽ മുട്ടി വിളിക്കുമ്പോൾ ആ ശബ്ദം കേട്ട് രോധ എന്ന് പറയുന്ന പെൺകുട്ടി വന്ന് കതക് തുറക്കാൻ നോക്കുമ്പോൾ അവൾ ഞെട്ടിപ്പോവാണ്. അവൾ അകത്തേക്ക് ഓടിയിട്ട് പറയുന്നു, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി പുറത്തു വന്ന് നിൽക്കുന്നു. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു കേട്ടോ. പറഞ്ഞാൽ അവർ ചോദിക്കുന്നു, ആരാ നമ്മളെ വിളിക്കുന്നത്? ആരാ കൊച്ചേ വന്ന് കതകെ മുട്ടുന്നത്? മറുപടി, നമ്മൾ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? പത്രോസ്ലീഹായാണ് വന്ന് നിൽക്കുന്നത്. ഉടനെ അവർ പറഞ്ഞു, എടി പെണ്ണെ, നിനക്ക് വട്ട് പിടിച്ചതായിരിക്കും, നിനക്ക് ഭ്രാന്തായിരിക്കും, നീ ഒന്നുകൂടെ പോയി ചോദിച്ചു നോക്ക്. ഈ നിലയിലുള്ള ഒരു ടോക്കാണ് അവിടെ ഉണ്ടാകുന്നത്. നിനക്ക് ഭ്രാന്തായിരിക്കുമെന്നാണ് അവർ പറയുന്നത്. നോക്കൂ, അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പത്രോസ് പടിപ്പുര വാതിക്കൽ മുട്ടിയാറെ രോധ എന്ന ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു വന്നു. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി. കഥ തുറക്കാതെ അവൾ അകത്തോട്ട് ഓടി. കഥ തുറക്കാൻ വേണ്ടി വന്നതാ. കഥ തുറക്കേണ്ടതിന് പകരം അവൾ പുറത്തോട്ട് കഥ തുറക്കാതെ അവൾ അകത്തോട്ട് പിന്നെയും തിരിച്ചോടി. വന്ന സ്ഥലത്തോട്ട് പത്രോസ് പടിപ്പുരയ്ക്കൽ വന്ന് നിൽക്കുന്നു എന്ന് അറിയിച്ചു. അന്നേരം അകത്ത് പ്രാർത്ഥിക്കുന്നവർ അവളോട് പറഞ്ഞു, നിനക്ക് ഭ്രാന്തുണ്ട്. അവളോ അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ അവൻ്റെ ദൂതനാകുന്നു. അവർക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അവരങ്ങനെ അവിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര ശ്രദ്ധയോടെയാണോ നിങ്ങൾ ഈ മണിക്കൂറുകളിൽ പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥനയുടെ മറുപടിയാണ് പുറത്തു വന്ന് കതകയിൽ മുട്ടുന്നത്. ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ വിഷയം അത് സ്വർഗത്തിലോട്ടാണ് നീ അയച്ചതെങ്കിൽ അതിൻ്റെ ഉത്തരം ഇന്ന് നിന്റെ വീടുമുറ്റത്തെത്തും. നിന്റെ പ്രശ്നം നീ സ്വർഗത്തിലേക്കാണ് നൽകിയതെങ്കിൽ അതിൻ്റെ മറുപടി ഇന്ന് നിന്നെ കാണാൻ വരുന്നുണ്ട്. ഞാൻ എന്തിനാണ് ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നത്? എനിക്ക് വളരെ വ്യക്തമായി അറിയാം. നിറക്കണ്ണുകളോട് ഇപ്പോൾ എൻ്റെ വാക്ക് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ കാണുന്നത്. കാരണം എൻ്റെ ഉള്ളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ സന്തോഷവും സ്നേഹവും ആവോളം പകരുകയാണ്. ഞാനത് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ് പടിവാതിക്കൽ വന്ന് മുട്ടി വിളിക്കുന്നത്. നിന്റെ കതകിൽ വന്ന് മുട്ടുന്നത്, നിന്റെ പടിവാതിക്കൽ വന്ന് മുട്ടി വിളിക്കുന്നത് നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. നീ കഴിഞ്ഞ മണിക്കൂറിൽ ശ്രദ്ധയോടെ എന്തിനു വേണ്ടി അപേക്ഷിച്ചോ അത് നിന്നെ കാണാൻ വന്നിരിക്കുന്നു. നീ എന്ത് ദൈവത്തോട് ചോദിച്ചോ അത് നിന്റെ വീട്ടുമുറ്റത്ത് നടന്നു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതിനെ ദൈവത്തിൻ്റെ ദൂതൻ തുറന്നു വിട്ടിരിക്കുന്നു. പിശാചി ബന്ധിച്ചു, മനുഷ്യർ ബന്ധിച്ചു, ദൈവദൂതൻ തുറന്നു വിട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ദൂതന്മാർ തുറന്നു വിടുകയാണ്. നീ ദൈവത്തോട് നിലവിളിച്ചതിൻ്റെ പരിഹാരം നിന്റെ വീട്ടുമുറ്റത്ത് വന്നു നിന്നെ വിളിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ചാലോ? അപ്പാ, ഞങ്ങളുടെ മനസ്സിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദൈവ സന്തോഷത്തിൻ്റെ ആഴം എത്ര കിലോ ആണെന്നോ, എത്ര ടണ്ണാണെന്നോ, എത്ര ലിറ്റർ ആണെന്നോ എനിക്കറിയില്ല. അത്രത്തോളം സ്വർഗീയ സന്തോഷം അനുഭവിച്ചാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ ശ്രദ്ധയോടെ കേട്ട് ഉത്തരം നൽകുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ്, ഞങ്ങളുടെ ഓരോ മക്കൾക്കു വേണ്ടിയും മഹത്വപൂർണമായ വിടുതൽ അയച്ചു തന്നതിനായിട്ട് സ്തോത്രം. ഈ നിമിഷം ഞാൻ ഇവരെ പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ, എൻ്റെ രക്ഷകനാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, എൻ്റെ പ്രാണനാഥനായ പരിശുദ്ധാത്മാവാം കർത്താവിൻ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സകല ആവശ്യങ്ങളുടെ മേലും വിഷയങ്ങളുടെ മേലും പടിവാതിക്കൽ വന്ന് മറുപടി നൽകുന്ന ദൈവപ്രവൃത്തിയെ കണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും. അത്തരത്തിലൊരു അനുഗ്രഹം അങ്ങയുടെ മക്കളുടെ ജീവിതത്തിലും ഒരുക്കിയിരിക്കുകയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതവും പരിശുദ്ധവുമായ ശ്രേഷ്ഠനാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ പറഞ്ഞ കാര്യം മറക്കണ്ട. പരിശുദ്ധാത്മാവ് പറഞ്ഞത് പടിവാതിക്കൽ വന്ന് മുട്ടി വിളിക്കുന്നത് പ്രാർത്ഥനയുടെ മറുപടിയാണ്. ആമേൻ. നമ്മുടെ വീടിൻ്റെ പടിവാതിക്കൽ വന്ന് മുട്ടി വിളിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടിയാണ്. അതുപോലെ തന്നെ ആയിരിക്കുന്നു. ദൈവം നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ച കോട്ടയത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിശുദ്ധ സഭായോഗം നടക്കുന്നുണ്ട്. ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ഈ ആരാധനയിൽ പങ്കുചേരാൻ, കർത്താവിൻ്റെ കൃപകൾ അനുഭവിക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ധാരാളമായി നമുക്ക് ദൈവത്തിൻ്റെ നന്മകളെ പ്രാപിക്കാം. ഗോഡ് ബ്ലസ് യു. ആമേൻ.